നമസ്കാരം. വലിപ്പം കുറവുള്ള സ്മാർട്ട് ഫോണുകളിലേക്ക് വിൽപ്പന കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് വൺപ്ലസ് 13T എന്നായിരിക്കും പുതിയ ഫോണിന്റെ പേരെന്നാണ് സൂചന നൽകുന്നത്. ആപ്പിൾ ഐഫോൺ 16, സാംസങ് ഗാലക്സി S25 പോലുള്ള വിപണി കേമന്മാരോട് മുട്ടാൻ പറ്റുന്ന തരത്തിലായിരിക്കും പുതിയ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ എന്നാണ് വിലയിരുത്തുന്നത്. സ്റ്റാൻഡേർഡ് വൺപ്ലസ് 13നെ അപേക്ഷിച്ച് ഒതുക്കമുള്ള രൂപകൽപ്പനയോടെ വൺപ്ലസ് 13 മിനി ഉടൻ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ഒക്ടോബറിൽ 6.82 ഇഞ്ച് എമോൾഡ് സ്ക്രീനോട് കൂടിയാണ് ചൈനയിൽ സ്റ്റാൻഡേർഡ് വൺപ്ലസ് 13 അവതരിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായി ഈ വർഷം ഏപ്രിലിൽ വൺപ്ലസ് 13 മിനി ഫോൺ അനാച്ഛാദനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ചൈനീസ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റായ വെയ്ബോയിൽ ഒരു പോസ്റ്റിലൂടെ വൺപ്ലസ് 13 മിനിയുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. പുറത്തുവിട്ട ഫോണിന്റെ ഡിസൈനാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പുറത്തുവിട്ട ഡിസൈനിൽ സിംഗിൾ അല്ലെങ്കിൽ ഡുവൽ LED ഫ്ലാഷ് മൊഡ്യൂളുകൾക്കൊപ്പം പിൻ സെൻസറുകൾ ലംബമായും തിരശ്ചീനമായുമാണ് കാണപ്പെടുന്നത്. ഫോണിന്റെ പിന്നിൽ ഇരട്ട ക്യാമറ സെൻസറുകൾ ഉള്ളതായാണ് ചിത്രങ്ങളിൽ പൊതുവായി കാണുന്ന കാര്യം. ചതുരാകൃതിയിലുള്ള ബോർഡിലാണ് ക്യാമറ സജ്ജീകരിച്ചിരിക്കുന്നത്. വലതുവശത്ത് വോളിയം റോക്കറും പവർ ബട്ടണും കാണാൻ കഴിയും. ഇടതുവശത്ത് അലേർട്ട് സ്ലൈഡറോ പുതിയ സ്മാർട്ട് ആക്ഷൻ ബട്ടണോ ആകാനാണ് സാധ്യത. മധ്യഭാഗത്ത് വൺപ്ലസ് ലോഗോയും നൽകിയിട്ടുണ്ട്. ലീക്കായ ഫോട്ടോയിൽ ഫോൺ വെള്ള നിറത്തിലാണ് കാണിക്കുന്നത്. പക്ഷേ ലോഞ്ചിന് ശേഷം ലഭ്യമാകുന്ന യഥാർത്ഥ നിറങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ചില വെബ്സൈറ്റുകൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരം വൺപ്ലസ് 13 മിനി ഒരു കോമ്പാക്ട് ഡിസൈനിൽ തന്നെ വിപണിയിൽ എത്തിയേക്കാം എന്നാണ് സൂചന. 4000 mAh ബാറ്ററിയുള്ള ഗാലക്സി S25ന്റെ കപ്പാസിറ്റിയെ മറികടന്ന് 6000 mAh ബാറ്ററിയാണ് ഫോണിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നാണ് റിപ്പോർട്ട്. തിരഞ്ഞെടുത്ത വിപണികളിൽ വൺപ്ലസ് 13T എന്ന പേരിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന വൺപ്ലസ് 13 മിനി 6.31 ഇഞ്ച് 1.5K LTPO OLED ഫ്ലാറ്റ് സ്ക്രീനുമായി യൂണിഫോം സ്ലിം ബെസലോട് കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലൊരു സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് SoC ആണ് നൽകുന്നതെന്നും സുരക്ഷയ്ക്കായി ഒരു ഷോർട്ട് ഫോക്കസ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 5 മെറ്റൽ മിഡിൽ ഫ്രെയിമുള്ള ഒരു ഗ്ലാസ് ബോഡി ഫോണിനുണ്ടാകുമെന്നാണ് സൂചന. വൺപ്ലസ് 13 മിനിയിൽ 50 മെഗാപിക്സൽ പ്രൈമറി റിയൽ സെൻസറും 2x സൂം പിന്തുണയുള്ള 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസും ഉണ്ടായിരിക്കും. ഈ ഹാൻഡ്സെറ്റിന് സോണി IMX906 പ്രധാന സെൻസറും മൂന്നാമത്തെ 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ഷൂട്ടറും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോണിന്റെ വിലയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. എന്നിരുന്നാലും വില ആകർഷകമായി തന്നെ നിലനിർത്താൻ വൺപ്ലസ് ചില മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ് ഉള്ളതും എന്നാൽ വിലയിൽ ഏറ്റവും താങ്ങാനാവുന്ന ഓപ്ഷനുകളിൽ ഒന്നായിരിക്കും വരാനിരിക്കുന്ന വൺപ്ലസ് 13 മിനി കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നാണ് പുറത്തിറങ്ങിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വില നിർണ്ണയം മറ്റു കമ്പനികളുമായി വിപണിയിൽ കടുത്ത മത്സരം തന്നെ നൽകിയേക്കാം.